യാക്കോബും ഇസഹാക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം. യാക്കോബ് മോശമായിട്ട് തുടങ്ങി നന്നായിട്ട് അവസാനിപ്പിച്ചു. ഇസഹാക്ക് നന്നായിട്ട് തുടങ്ങി മോശമായിട്ട് അവസാനിപ്പിച്ചു. രണ്ട് സാധ്യതയാണ്. യാക്കോബ് വളരെ മോശമായിട്ട് തുടങ്ങിയ ആളാണ്, ചതിയൻ. പക്ഷെ നന്നായിട്ടാണ് അവസാനിപ്പിച്ചത് യാക്കോബിന്റെ ദൈവം. യാക്കോബിന്റെ ദൈവം ഇന്നും വിളിച്ചു പറയുകയാണ്. ഇന്നും നമ്മള് യാക്കോബ് എന്ന് പറയും. ഇസ്രായേൽ എന്നൊരു ജനതയുടെ പേര് പോലും ഇവന്റെ പേരാണ്. അവന്റെ പേരിലാണ് ഒരു ജനത അവരുടെ അവകാശം കണ്ടെത്തുന്നത്, അറിയപ്പെടാൻ പോകുന്നത്. അപ്പോ യാക്കോബ് മോശമായിട്ട് തുടങ്ങി നന്നായിട്ട് തീർത്തു. ഇസഹാക്ക് നന്നായിട്ട് തുടങ്ങി മോശമായിട്ട് തീർത്തു. ഏസാവ് എന്ന് പറയുന്ന മകൻ കൊണ്ടുവന്ന ദുഃഖം, യാക്കോബിനെ കാണാത്ത ദുഃഖം, മക്കൾ ചതിച്ചതിന്റെ ദുഃഖം, ഭാര്യ ചതിച്ചതിന്റെ ദുഃഖം, ഇങ്ങനെ അവസാന കാലഘട്ടം ക്ലേശങ്ങളുടെ കാലമായിരുന്നു ഇസഹാക്കിന്. അവസാനം അദ്ദേഹം